കടം വാങ്ങിയ 100 രൂപയ്ക്ക് തുടങ്ങിയ ഉണ്ണിയപ്പ കച്ചവടം ഇന്ന് എത്തി നിൽക്കുന്നത് പ്രീമിയം കഫേയിൽ. ഒന്നുമില്ലായ്മയിൽ നിന്നും തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഇന്ന് 30-ലധികം കുടുംബങ്ങൾക്ക് വരുമാനമാർഗം കണ്ടെത്തുന്ന മലപ്പുറം സ്വദേശിനി ഷെരീഫയുടെ കഥയാണിത്. 10 ഉണ്ണിയപ്പത്തിൽ തുടങ്ങി വമ്പൻ പാർട്ടി ഓർഡറുകൾ വരെ സ്വീകരിക്കുന്ന ജില്ലയിലെ മികച്ച സംരംഭകരിലൊരാളാണ് ഇന്ന് ഷെരീഫ. ആ കഥ ഇങ്ങനെയാണ്. കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് വാടക വീട്ടിലിരുന്ന് മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിനിയായ കളത്തിങ്കൽ ഷെരീഫയ്ക്ക് ഒരു സ്വപ്നമേ കാണാനുണ്ടായിരുന്നുള്ളൂ. മക്കൾക്ക് വയറു നിറയെ ഭക്ഷണം കൊടുത്ത് അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക. ജോലിയില്ലാത്ത ഭർത്താവും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഷെരീഫയ്ക്ക് കാണാൻ കഴിയുന്ന അന്നത്തെ വലിയ സ്വപ്നം. പെയിന്റിംഗ് ജോലിക്കാരനായ ഭർത്താവ് സക്കീറിന് മഴക്കാലത്ത് പണിയില്ലാത്തതിനാൽ തന്നെ അടുപ്പു പുകയാൻ ഒരു നിവൃത്തിയുമില്ലാത്ത കാലം. അയൽവാസിയോട് കടം വാങ്ങിയ 100 രൂപയുമായി ഷെരീഫ 10 പാക്കറ്റ് ഉണ്ണിയപ്പമുണ്ടാക്കി. 2012 അത്. ഒരു കൈയിൽ കുഞ്ഞുമോളും മറുകൈയിൽ ഉണ്ണിയപ്പവുമായി അടുത്തുള്ള പലചരക്ക് കടയിലെത്തി. ചെലവായില്ലെങ്കിൽ തിരിച്ചെടുക്കാമെന്ന ഉറപ്പിൽ. എന്നാൽ ഉണ്ണിയപ്പം വൻ ഹിറ്റായി. ആവശ്യക്കാരേറി. പല കടകളിലേക്കും ഉണ്ണിയപ്പത്തിന്റെ രുചിയെത്തി. ഉണ്ണിയപ്പത്തോടൊപ്പം പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഓർഡറുകൾ പിടിച്ചു. 2018 ആയപ്പോഴേക്കും മുത്തൂസ് കാറ്ററിംഗ് എന്ന സംരംഭം കുടുംബശ്രീയുടെ ഭാഗമായി. അന്നത്തെ ജില്ലാ മിഷൻ കോർഡിനേറ്ററായിരുന്ന ഹേമലത ധനസഹായ പദ്ധതികൾ പരിചയപ്പെടുത്തി. കുടുംബശ്രീ വഴി 2 ലക്ഷം രൂപ ലോൺ നൽകി. അതോടെ കാറ്ററിംഗ് ഒന്നുകൂടി വിപുലമാക്കി. ഹേമലതയുടെ നിർദ്ദേശപ്രകാരം തന്നെ ഉച്ചഭക്ഷണ പരിപാടിക്കും തുടക്കമിട്ടു. സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഡബ്ബാവാല പദ്ധതി. ഉച്ചഭക്ഷണം ആവശ്യമുള്ളവർ ഷെരീഫയെ വിളിക്കും. സ്റ്റീൽ പാത്രത്തിലാക്കിയ ഉച്ചഭക്ഷണം സമയത്തിന് മേശപ്പുറത്തെത്തും. പിന്നാലെ വന്ന കോവിഡ് കാലവും ഷെരീഫയെ ബാധിച്ചില്ല. ഹേമലതയുടെ തന്നെ നിർദ്ദേശപ്രകാരം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൌത്യം ഏറ്റെടുത്തു. എല്ലാ ദിവസവും 2000 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞിയും എത്തിച്ചു. എല്ലാവർക്കും ജോലി നഷ്ടമായിരുന്ന കോവിഡ് കാലത്ത് 15ഓളം പേർക്ക് തൊഴിൽ നൽകാനും അതുവഴി സാധിച്ചു. 5 വർഷത്തിനിപ്പുറവും ആ സേവനം ഷെരീഫ തുടരുന്നുണ്ട്. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് കുടുംബശ്രീയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ക്യാന്റീൻ എടുത്തു നടത്തി. പിന്നീട് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ട പ്രകാരം സെൻട്രൽ സ്കൂൾ ക്യാന്റീനും ഏറ്റെടുത്തു. അപ്പോഴേക്കും കുടുംബശ്രീയുടെ എല്ലാവിധ കാറ്ററിംഗ് ഓർഡറുകളും കിട്ടിത്തുടങ്ങിയിരുന്നു. അതിനിടെയാണ് കോട്ടയ്ക്കലുള്ള പാലസ് ഹോട്ടൽ വിൽക്കാനുണ്ടെന്നറിയുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് പാലസ് ഹോട്ടൽ വാങ്ങിച്ചു നടത്താൻ തുടങ്ങി. പെയിന്റിംഗ് ജോലി നിർത്തി മുഴുവൻ സമയവും ഭർത്താവ് സക്കീറും കൂടെ നിന്നു. സൊലാത്ത് നഗറിൽ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തിൽ 1500 പേർക്ക് ബിരിയാണിയും 50 സ്പെഷ്യൽ സദ്യയും ഒരുക്കിയതും ഷെരീഫയുടെ നേതൃത്വത്തിലാണ്. ഇത്രയും നന്നായി ഭക്ഷണമുണ്ടാക്കുന്നയാൾക്ക് ഒരു പ്രീമിയം ഹോട്ടൽ തുടങ്ങിക്കൂടെയെന്ന ചോദ്യം ഉയരുന്നത് ആ സദ്യ കഴിച്ചവരിൽ നിന്നാണ്. അനുയോജ്യമായ സ്ഥലം ലഭിച്ചതോടെ പ്രീമിയം ഹോട്ടൽ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന്റെ പിറകിലാണ് ഷെരീഫയുടെ കഫേ കുടുംബശ്രീ ക്യാന്റീൻ. കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭകർക്ക് സുസ്ഥിര വരുമാന ലഭ്യത ഉറപ്പാക്കുക, തൊഴിൽ നിലവാരം ഉയർത്തുക എന്നിവയാണ് പ്രീമിയം കഫേയിലൂടെ കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. പാഴ്സൽ സർവീസ്, ടേക്ക് അവേ കൌണ്ടറുകൾ, കാത്തിരിപ്പ് കേന്ദ്രം, കാറ്ററിംഗ്, ഓൺലൈൻ സേവനങ്ങൾ, മാലിന്യ സംസ്കരണ ഉപാധികൾ, പാർക്കിംഗ് സൌകര്യം, ശൌചാലയം, നാപ്കിൻ മെഷീൻ തുടങ്ങിയ വിപുലമായ സൌകര്യങ്ങൾ പ്രീമിയം കഫേയിലുണ്ട്. കേരളീയ വിഭവങ്ങളും അറബിക് ചൈനീസ് വിഭവങ്ങളും ഒപ്പം മലപ്പുറത്തിന്റെ തനതു രുചിക്കൂട്ടുകളും ലഭ്യമാണ്. മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കഫേയിൽ ഏതു സമയവും തിരക്കാണ്. ഇന്ന് നിരവധി കുടുംബങ്ങളുടെ അത്താണിയാണ് ഷെരീഫ. പിന്തുണയുമായി ഭർത്താവും മക്കളുമുണ്ട്. എന്റെ പേര് ഷെരീഫ. ഞാൻ മലപ്പുറം നഗരസഭ CDS 2ന്റെ കീഴിലുള്ള സ്പിന്നിംഗ് മിൽ ഏരിയസിലെ മുത്തൂസ് കാറ്ററിംഗ് പറഞ്ഞിട്ടുള്ള സംരംഭകയാണ്. ഞാൻ 2012 ഈ സംരംഭം ആരംഭിച്ചത്. ഇപ്പൊ എനിക്ക് കുടുംബശ്രീയാണ് എല്ലാത്തിനും എന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ ഈ പ്രീമിയം ഹോട്ടൽ വരെ എന്നെ എത്തിച്ചു. നല്ല നിലയിലാണ് പോകുന്നത്. പിന്നെ എന്റെ കീഴിൽ 10-30ഓളം സ്റ്റാഫ് ഉണ്ട്. പ്രീമിയം ഹോട്ടലിൽ അടക്കം എല്ലാം കുടുംബശ്രീയാണ് എനിക്ക് നേടിത്തന്നത്. ഒരു രൂപ പോലും ഇല്ലാത്ത ഞാൻ ഇത്രയും സമ്പാദിച്ചെടുത്തത് കുടുംബശ്രീ വന്നതിന് ശേഷമാണ്. അപ്പൊ കുടുംബശ്രീയിലുള്ള DMC ആയാലും ADMC ആയാലും എല്ലാവരും എനിക്ക് എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ട്. ഏത് സമയം വിളിച്ചാലും ഫോൺ എടുക്കും. എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും അത് എങ്ങനെങ്കിലും ആയിട്ട് ശരിയാക്കി തരും. അതാണ് ലോണായാലും ഇപ്പൊ സംരംഭം എന്തെങ്കിലും ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചാൽ അതിനാലും എല്ലാത്തിനും DMC ADMC എല്ലാവരും ഒപ്പത്തിനൊപ്പം ഉണ്ട്. അപ്പം എനിക്ക് DMCനോടും
കുടുംബശ്രീ എല്ലാ സ്റ്റാഫിനോടും പിന്നെ സർക്കാരിനോടും എല്ലാവരോടും ഇത്രയും നിലയിൽ തന്നെ എത്തിച്ചെന്നതുകൊണ്ട് അതിനുള്ള ഒരു കടപ്പാടുണ്ട്. മകൻ ഫെബിയാസ് കാർഡിയാക് സയൻസിൽ വിദേശ പഠനം പൂർത്തിയാക്കി ജോലിക്കുള്ള തയ്യാറെടുപ്പിലാണ്. മകൾ ഫാത്തിമ ഫെമിന എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥിനിയാണ്. ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷെരീഫ. 30 സ്ഥിരം ജീവനക്കാരും അത്യാവശ്യത്തിന് താൽക്കാലിക ജീവനക്കാരുമുണ്ട്. സ്വന്തമായി വീടായി, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി, ഓരോ സ്വപ്നവും യാഥാർത്ഥ്യമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ഷെരീഫ. ചെറിയ കുട്ടിയെയും കൊണ്ട് ഉണ്ണിയപ്പ സഞ്ചിയുമായി പോകുമ്പോൾ നിറയെ പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. അന്ന് തളർന്നിരുന്നുവെങ്കിൽ വീട്ടിൽ ഇന്നത്തെ നിലയിൽ എത്തുമായിരുന്നില്ലെന്ന് ഷെരീഫ ഉറച്ചു പറയുന്നു. വായ്പയ്ക്ക് അപേക്ഷിച്ചപ്പോൾ എങ്ങനെ നിങ്ങൾ തിരിച്ചടയ്ക്കുമെന്ന് ചോദിച്ച ബാങ്കുകൾ ഇന്ന് ഷെരീഫയ്ക്കൊപ്പമാണ്. അതാണ് കുടുംബശ്രീയുടെ കരുത്തെന്നും ഷെരീഫ ഓർക്കുന്നു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.